കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടന്ന നിയോജക മണ്ഡലമാണ് ഏറ്റുമാനൂർ. കോട്ടയം മെഡിക്കൽ കോളേജിൽ മാത്രം 1280 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 10 വർഷത്തിനിടെ കിഫ്ബി നടപ്പാക്കിയത്. MG സർവകലാശാലയിലും നിരവധിയായ വികസന പദ്ധതികൾ കിഫ്ബിയിലൂടെ സാധ്യമായി. കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ മണ്ഡലത്തിൽ നിലവിൽ പൂർത്തിയായി വരികയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ വാർഷിക ബജറ്റിലൂടെ മാത്രം സാധ്യമാക്കാൻ കഴിയാതിരുന്ന നിരവധി ബൃഹത് പദ്ധതികളാണ് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ കിഫ്ബി വഴി യാഥാർത്ഥ്യമായത്. പശ്ചാത്തല വികസനം, സേവനം, ഉൽപ്പാദനം തുടങ്ങിയ മേഖലകളിലായി കിഫ്ബിയുടെ കയ്യൊപ്പ് ചാർത്തിയ പദ്ധതികൾ മണ്ഡലത്തിലുടനീളം കാണാൻ കഴിയും. കിഫ്ബിയുടെ പ്രയോജനം മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായത് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിലാണ്. മധ്യകേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ ആശുപത്രി എന്ന നിലയിൽ വളർന്നു വന്നിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജിൽ ദിനംപ്രതി ചികിത്സ തേടിയെത്തുന്നത് ആയിരക്കണക്കിന് രോഗികളാണ്. സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള ചികിത്സാ സംവിധാനങ്ങളാണ് ഈ സർക്കാർ ആതുരാലയത്തെ സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമാക്കി മാറ്റിയത്. കാലാനുസൃതമായ ചികിത്സാ സൗകര്യവും സാങ്കേതിക സംവിധാനങ്ങളും ഭൗതിക സാഹചര്യങ്ങളുമാണ് കിഫ്ബിയുടെ ധനസഹായത്തോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നടപ്പാക്കിയത്. 1280 കോടി രൂപയാണ് 10 വർഷത്തിനിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾക്കായി കിഫ്ബി വഴി സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. അത്യാധുനിക സൗകര്യങ്ങളോടെയുള്ള സർജിക്കൽ ബ്ലോക്ക് ഉൾപ്പെടെ 283 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. 33,642 ചതുരശ്ര മീറ്ററിലാണ് സർജിക്കൽ ബ്ലോക്ക് സജ്ജമാക്കിയിട്ടുള്ളത്. 526 കിടക്കകൾ, 44 ICU കിടക്കകൾ, 14 ഓപ്പറേഷൻ തിയേറ്ററുകൾ എന്നിവ പുതിയ ബ്ലോക്കിലുണ്ട്. 256 സ്ലൈസ് CT സ്കാൻ, 36 ടെസ്ല MRI, ആധുനിക ഡിജിറ്റൽ റേഡിയോഗ്രഫി മെഷീൻ, ഫ്ലൂറോസ്കോപ്പിക് എന്നീ ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. 1250 കോടി രൂപയുടെ വർക്കാണ് മെഡിക്കൽ കോളേജിൽ കിഫ്ബി മുഖാന്തരം നടന്നിരിക്കുന്നത്. അതിൽ 560 ബെഡും 14 ഓപ്പറേഷൻ തിയേറ്ററുള്ള സർജിക്കൽ ബ്ലോക്കാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തത്. ഇനി ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഏതാണ്ട് 360 ബെഡും 12 ഓപ്പറേഷൻ തിയേറ്ററും. ഇതുകൂടാതെ ഓൺഗോയിങ് പ്രോജക്റ്റായിട്ട് ഇൻഫെക്ഷൻ ഡിസീസിൻ്റെ ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കെട്ടിടം പണിയെത്തി. മറ്റൊന്ന് ക്രിട്ടിക്കൽ കെയർ IC, അതും ബഹുനില മന്ദിരമാണ്. അതും ഒരു 2 മാസത്തിനുള്ളിൽ തീരും. അതും ഈ ഫണ്ടുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ചേർത്ത് അവിടുത്തെ കാത്ത് ഉൾപ്പെടെ നമുക്ക് പുതിയ സർജിക്കൽ ബ്ലോക്കിലേക്കുള്ള ഉപകരണങ്ങളെല്ലാം ഉൾപ്പെടെ 1250 കോടി രൂപ കിഫ്ബിയിൽ കിട്ടിയിരിക്കുന്നു. ഒരു വലിയ നേട്ടമാണ്. ഇപ്പോൾ ഒരുപക്ഷെ കേരളത്തിലെ നമ്പർ 1 മെഡിക്കൽ കോളേജായി നമ്മുടെ മെഡിക്കൽ കോളേജ് മാറിയിരിക്കുന്നു. ആധുനിക ചികിത്സാ രംഗത്ത് എല്ലാം മികവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ടീമും അവിടെ പ്രവർത്തിക്കുന്നു. അതാണ് മെഡിക്കൽ കോളേജിന് കിഫ്ബി പ്രോജക്റ്റ് കിട്ടിയതിൻ്റെ ഗുണം. കോട്ടയം മെഡിക്കൽ കോളേജിൽ പുതിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് നിർമ്മാണം പുരോഗമിക്കുകയാണ്. 360 ബെഡുകളും 12 ഓപ്പറേഷൻ തിയേറ്ററുകളുമാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനു പുറമെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിനായി ബഹുനില മന്ദിരം, ഇൻഫെക്ഷ്യസ് ഡിസീസസ് വിഭാഗത്തിൽ റിസർച്ച് സെൻറ്റർ തുടങ്ങിയവയുടെ നിർമ്മാണവും നടന്നു വരുന്നുണ്ട്. ഇത്തരത്തിൽ കെട്ടിടങ്ങളുടെ നിർമ്മാണം, അത്യാധുനിക ഉപകരണങ്ങൾ സ്ഥാപിക്കൽ തുടങ്ങിയവയ്ക്കെല്ലാമായാണ് കിഫ്ബി വഴി ഫണ്ട് അനുവദിച്ചത്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ പണം അനുവദിക്കപ്പെട്ട മറ്റൊരു രംഗം വിദ്യാഭ്യാസ മേഖലയാണ്. വിവിധ സ്കൂളുകൾക്ക് കെട്ടിടങ്ങൾക്കായി തുക അനുവദിച്ചതിനൊപ്പം MG സർവകലാശാലയിൽ വിവിധ വികസന പദ്ധതികൾക്കായി ആകെ 280 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളും നടപ്പാക്കി. നാനോ ടെക്നോളജി വിഭാഗത്തിൽ റിസർച്ച് സെൻ്ററാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. സർവകലാശാലയിൽ പുതിയ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെയും സ്പോർട്സ് കോംപ്ലക്സിൻ്റെയും നിർമ്മാണത്തിനും തുടക്കം കുറിച്ചു. 48.81 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. 45 മീറ്റർ നീളവും 35 മീറ്റർ വീതിയുമുള്ള ഇൻഡോർ സ്റ്റേഡിയത്തിൽ ബാഡ്മിൻ്റൺ, വോളിബോൾ, ബാസ്ക്കറ്റ്ബോൾ തുടങ്ങിയവയ്ക്കായി സൗകര്യമൊരുക്കും. വിവിധ കായിക ഇനങ്ങൾക്കുള്ള ഉപകരണങ്ങൾ, സ്പോർട്സ് ഹോസ്റ്റലുകളിലേക്കുള്ള ഫർണിച്ചറുകൾ, സ്റ്റോർ മുറികളിലേക്കുള്ള ഉപകരണങ്ങൾ തുടങ്ങിയവയും പദ്ധതിയുടെ ഭാഗമായി ക്രമീകരിക്കും. നിർദ്ദിഷ്ട സ്പോർട്സ് കോംപ്ലക്സിൽ സിന്തറ്റിക് ട്രാക്ക്, വിവിധ ത്രോ ഇനങ്ങൾക്കും ജമ്പിംഗ് ഇനങ്ങൾക്കുമുള്ള പിറ്റുകൾ,
സ്വിമ്മിംഗ് പൂൾ, ഇതോടനുബന്ധിച്ച് ഡ്രസ് ചേഞ്ചിങ് റൂമുകൾ എന്നിവ ഒരുക്കും. സ്പോർട്സ് കോംപ്ലക്സിനോടനുബന്ധമായി ഹോസ്റ്റൽ, ഡൈനിങ് റൂം, മോഡേൺ കിച്ചൺ, വാഷ് ഏരിയ, ബാത്റൂമുകൾ തുടങ്ങിയവയും ക്രമീകരിക്കും. യൂണിവേഴ്സിറ്റിക്ക് നാനാ ടെക്നോളജിയുടെ റിസർച്ച് സെൻറ്റർ പുതിയ നമ്മൾ പണിത് കൊടുത്തു, ഹോസ്റ്റലുകൾ പണിത് കൊടുത്തു, ലൈബ്രറി കെട്ടിടം പണിതു. ഏറ്റവും അവസാനം 47.17 കോടി രൂപ മുടക്കിയ ഒരു സ്പോർട്സ് കോംപ്ലക്സ്. ആ സ്പോർട്സ് കോംപ്ലക്സിൽ നമ്മൾ 3 സിന്തറ്റിക് ട്രാക്ക്, ബാഡ്മിൻ്റൺ കോർട്ട്, ഫുട്ബോൾ കോർട്ട്, ടേബിൾ ടെന്നീസ് കോർട്ട്, നമ്മുടെ വോളിബോൾ കോർട്ട്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ഗെയിംസും, ഇതുകൂടാതെ സ്വിമ്മിംഗ് പൂള്, പിന്നെ 100 കണക്കിന് സ്പോർട്സ് വിദ്യാർത്ഥികൾക്ക് അവിടെ താമസിച്ച് പഠിക്കാനുള്ള സൗകര്യം ഉൾക്കൊള്ളുന്ന ഹോസ്റ്റലുകൾ, ഇതെല്ലാം ചേർന്നുള്ള ഒരുപക്ഷെ തിരുവനന്തപുരം വിട്ടാൽ ഇൻ്റർനാഷണൽ കോമ്പറ്റീഷൻ ആളുകൾ നടക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല സ്റ്റേഡിയമായിരുന്നു ഈ സ്പോർട്സ് കോംപ്ലക്സ് വരുന്നത്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. അതും കിഫ്ബിയാണ് പ്രോജക്റ്റ്. കോട്ടയം കുമരകം റോഡിലെ കോണത്താറ്റ് പാലം കുമരകത്തിൻ്റെ ടൂറിസം മേഖലയ്ക്ക് വലിയ കൈത്താങ്ങായി മാറുന്ന പദ്ധതിയാണ്. മുമ്പുണ്ടായിരുന്ന വീതി കുറഞ്ഞ പാലത്തിൻ്റെ സ്ഥാനത്ത് അപ്രോച്ച് റോഡ് ഉൾപ്പെടെ 107 മീറ്റർ നീളത്തിലും 13 മീറ്റർ വീതിയിലുമാണ് പുതിയ പാലം നിർമ്മിച്ചത്. കോട്ടയത്തു നിന്നും കുമരകത്തേക്ക് എത്തുന്നവർക്കും ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ നിന്നും വൈക്കം ഭാഗത്തു നിന്നും കോട്ടയത്തേക്ക് വരുന്നവർക്കും പാലം ഏറെ പ്രയോജനകരമാണ്. കോണത്താറ്റ് പാലമാണ്. ആ കിഫ്ബി പ്രോജക്റ്റിൽ ആദ്യം 8 കോടിക്ക് പാലം പണി തുടങ്ങിയപ്പോഴാണ് പാലം തീർന്നു കഴിഞ്ഞപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ സോയിൽ ടെസ്റ്റ് പരിശോധിച്ചപ്പോൾ അവിടുത്തെ ചെളിമണ്ണാണത്. ആ ചെളിമണ്ണ് ഇതുപോലെ സൈഡ് കെട്ടി മണ്ണിട്ട് താന്നു പോകുന്നു. സോയിൽ ടെസ്റ്റ് നടത്തി ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ വന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട, മറ്റൊരു പാലാരിവട്ടമായിരിക്കും അത്. അതുകൊണ്ട് അത് മാറിയിട്ട് അവിടെ മുഴുവൻ 26 പൈലടിച്ച് മുഴുവൻ ബലപ്പെടുത്തി മറ്റേ സ്റ്റോൺ കോളം ഉണ്ടാക്കി കൃത്യമായിട്ട് വലിയ ബലവത്തായിട്ട് ആ പാലം തീർന്നു. അപ്പോൾ ഒരു 7.5 കോടി കൂടെ മുടക്കേണ്ടി വന്നു. അങ്ങനെ 15.5 കോടി കിഫ്ബിയിൽ മുടക്കിയാണ് ആ കോണത്താറ്റ് പാലം ഇപ്പോൾ തീർന്നിരിക്കുന്നത്. കോട്ടയം കുമരകം റോഡ് വീതി കൂട്ടുന്നതിനായി കിഫ്ബി വഴി 123 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. നിലവിലുള്ള റോഡ് 15 മീറ്റർ വീതിയിലാണ് നവീകരിക്കുന്നത്. ലോക പ്രശസ്ത ടൂറിസം കേന്ദ്രമായ കുമരകത്തിൻ്റെ വികസനത്തിന് വലിയ കുതിപ്പ് നൽകുന്നതാണ് പുതിയ പാലവും റോഡ് നവീകരണവും. ഇതുകൂടാതെ കോട്ടയം കുമരകം റോഡിന് 120 കോടി രൂപ ഇപ്പോൾ കിഫ്ബി തന്നിട്ടുണ്ട്. അതിപ്പോൾ കല്ലിട്ട് തുടങ്ങി. അതിൻ്റെ വൈഡനിങ്ങാണ് 15 മീറ്റർ. അത് സമീപകാല ഭാവിയിൽ നടക്കും. ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സുപ്രധാന പദ്ധതികളിലൊന്നാണ് ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി. ഏറ്റുമാനൂർ നഗരസഭ, അതിരമ്പുഴ, കാണക്കാരി പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്ന പദ്ധതിയാണിത്. കിഫ്ബി വഴി 93.225 കോടി രൂപയാണ് പദ്ധതിക്കായി ചെലവിടുന്നത്. പദ്ധതിയുടെ ഭാഗമായി നേതാജി നഗറിൽ 22 ദശലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. പദ്ധതിയുടെ ഭാഗമായുള്ള പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ ജോലികളും നടന്നുവരുന്നു. 13 കിലോമീറ്റർ നീളത്തിൽ ട്രാൻസ്മിഷൻ ലൈനും 43 കിലോമീറ്റർ നീളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ ലൈനുകളുമാണ് സ്ഥാപിക്കുന്നത്. ഈ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി തന്നെ 92 കോടി രൂപയുടെ കിഫ്ബി പ്രോജക്റ്റ് ഉണ്ട്. അത് കുടിവെള്ള പദ്ധതിയാണ്. അതിൻ്റെ 60% വർക്ക് കഴിഞ്ഞു, പൈപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതും സമീപകാല ഭാവിയിൽ, കാരണം ഏറ്റുമാനൂരും അതുപോലെ അതിരമ്പുഴയുള്ള മുഴുവൻ ആൾക്കും കുടിവെള്ളം ഫ്രീ ആയിട്ട് കിട്ടും. ആ സൗകര്യം വന്നിരിക്കുന്നു. അതും കിഫ്ബി പ്രോജക്റ്റാണ്. തിരുവാർപ്പ് പഞ്ചായത്തിലെ പഴുക്കാന്തലം കായൽ ശുചീകരണമാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ കിഫ്ബി വഴി നടപ്പാക്കുന്ന മറ്റൊരു ബൃഹത് പദ്ധതി. 103.73 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയിരിക്കുന്നത്. പഴുക്കാന്തലം കായലിൽ അടിഞ്ഞുകൂടിയ ചെളി കോരിയെടുത്ത് പാടങ്ങളുടെ പുറംബണ്ട് ശക്തിപ്പെടുത്തുമ്പോൾ കാർഷിക മേഖലയ്ക്കുണ്ടാകുന്ന പ്രയോജനത്തിന് ഒപ്പം മേഖലയിലെ വെള്ളപ്പൊക്ക ഭീഷണി കുറയുകയും കായലിൻ്റെ ആഴം വർദ്ധിച്ച് ബോട്ടുകൾക്കുൾപ്പെടെ സുഗമമായ സഞ്ചാരം സാധ്യമാകുകയും ചെയ്യും. നമ്മുടെ സ്വാമിനാഥൻ കമ്മീഷന് ശേഷം കുട്ടനാട് പാക്കേജിൻ്റെ മറ്റൊരു രൂപം വന്നിട്ട് തിരുവാർപ്പനും കുമരകത്തെയും സംരക്ഷിക്കാൻ കഴിയുന്ന പുതിയൊരു പാക്കേജ് നമുക്ക് കൃത്യമായി പഴുക്കാന്തല കായലുമായി ബന്ധപ്പെട്ട് 102 കോടി രൂപയുടെ പ്രോജക്റ്റ് ഇപ്പോൾ കിഫ്ബി പാസ്സാക്കി ടെൻഡർ ചെയ്തിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ ടെൻഡർ പൊട്ടിക്കും. അത് കിഫ്ബിയുടെ മറ്റൊരു പ്രോജക്റ്റാണ്. മലരിക്കൽ ആമ്പൽ ഗ്രാമം വികസനത്തിനായി 104 കോടി രൂപയുടെ പദ്ധതിയും കിഫ്ബി വഴി ആവിഷ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ജില്ലയിൽ തന്നെ നിരവധി പ്രോജക്റ്റുകൾക്ക് കിഫ്ബി മുഖാന്തരം പണം കിട്ടിയത് യാഥാർത്ഥ്യമായി, ഇപ്പോൾ കല്ലിടലില്ല, യാഥാർത്ഥ്യമായി കഴിഞ്ഞിരിക്കുന്നതാണ് കൂടുതലും. മറ്റെല്ലാം ഓൺഗോയിങ് പ്രോജക്റ്റുമാണ്. അപ്പോൾ ആ നിലയിൽ കിഫ്ബി എന്ന ആശയം വന്നത്
ഇപ്പോൾ സംസ്ഥാനത്ത് തന്നെ 1,10,10,000 കോടിയായി എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത കുമ്പളം പാലം ഉൾപ്പെടെയുള്ള കാര്യം. അങ്ങനെ പൊതുവിൽ ആ കിഫ്ബി മലപ്പടിക്കാരൻ്റെ സ്വപ്നമായിരുന്നു എന്നാണ് അന്ന് പ്രതിപക്ഷം ആക്ഷേപിച്ചത്. പക്ഷേ ആക്ഷേപിച്ചവരുടെ മണ്ഡലത്തിൽ ഉൾപ്പെടെ കിഫ്ബി വേണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വന്ന് ഫണ്ട് വാങ്ങിക്കൊണ്ടുപോയി. മനോഹരമായിട്ട് പലതും തീർന്നിരിക്കുന്നു. അതുകൊണ്ട് കിഫ്ബി ഒരു യാഥാർത്ഥ്യമാണ്. അത് വലിയ രൂപത്തിൽ LDF ഗവൺമെൻറ് കാലഘട്ടത്തിൽ പ്രായോഗികമാക്കി സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കിയ ഒരു സങ്കേതമാണ്. അതുകൊണ്ട് തന്നെ പശ്ചാത്തല വികസന സൗകര്യത്തിൽ ബഹുദൂരം കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനകരമായ സാഹചര്യമാണ് ഏറ്റുമാനൂർ ഉൾപ്പെടെ എടുത്തു പറയാനുള്ളത്. കിഫ്ബി ഫണ്ട് പ്രയോജനപ്പെടുത്തി ഏറ്റുമാനൂർ നിയോജകമണ്ഡലത്തിൽ സർവ്വതല സ്പർശിയായ വികസന പദ്ധതികളാണ് പൂർത്തീകരിക്കപ്പെടുകയും പൂർത്തീകരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. കിഫ്ബിയുടെ കൈത്താങ്ങില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഒരു ദശാബ്ദത്തിനോ അല്ലെങ്കിൽ 1/4 നൂറ്റാണ്ടിനോ അപ്പുറവും സാധ്യമാകാത്തതായിരുന്നു ഇതിൽ പല പദ്ധതികളും. വൈകിയെത്തുന്ന വികസനത്തിൻ്റെ പ്രയോജനം ഒരു തലമുറയ്ക്ക് തന്നെ അന്യമാകുമായിരുന്നു. വികസനത്തിന് ഫണ്ട് തടസ്സമല്ല എന്ന് കിഫ്ബിയിലൂടെ ഏറ്റുമാനൂർ മണ്ഡലത്തിലും തെളിയിക്കപ്പെട്ടു. അമൃത ന്യൂസ്, കോട്ടയം.